തന്റെ സൈക്കിളിൽ ബീച്ചിലെത്തുന്ന അസീസ് പ്രത്യേക രീതിയിൽ വിസിൽ മുഴക്കുന്നതോടെ എങ്ങു നിന്നുമില്ലാതെ നൂറുകണക്കിന് പരുന്തുകളും കാക്കകളും പറന്നെത്തുകയാണ്. നിങ്ങൾ ഏത് സൈറ്റിൽ എന്നെ വിളിച്ചോ ഈറ്റാളെ ഞാൻ വിളിച്ചു വരുന്നു. അതെങ്ങനെയാണ്? ഞമ്മക്ക് വിശപ്പ് അറിയുന്നു. എനിക്ക് വിശപ്പിന്റെ വില അറിയും. താങ്ങാൻ കഴിയില്ല. ഭൂമിയുടെ വേരുകളാണ് നശിപ്പിക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. നമുക്കറിയാം, കോഴിക്കോട് അറിയപ്പെടുന്നത് തന്നെ സ്നേഹത്തിന്റെ നഗരമെന്നാണ്. ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് പരുന്തുകളെയും പട്ടികളെയും എല്ലാം നിത്യവും 3 നേരം വെച്ച് ഊട്ടുന്ന ഒരു മനുഷ്യനുണ്ട്. അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഹജീവി സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയുള്ള ആ മനുഷ്യന്റെ കഥയിലേക്ക് ഇന്ന് മറുനാടൻ പോവുകയാണ്. നമുക്ക് എന്തൊക്കെയായാലും ദൃശ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ 30 വർഷത്തിലധികമായി അസീസ് കോഴിക്കോട് ബീച്ചിലെ നിത്യ സന്ദർശകനാണ്. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി 3 നേരം വെച്ച് കോഴിക്കോട് ബീച്ചിലെ പരുന്തുകളെയും കാക്കകളെയും നായ്ക്കളെയും അസീസ് ഭക്ഷണമുട്ടു. തന്റെ സൈക്കിളിൽ ബീച്ചിലെത്തുന്ന അസീസ് പ്രത്യേക രീതിയിൽ വിസിൽ മുഴക്കുന്നതോടെ എങ്ങു നിന്നുമില്ലാതെ നൂറുകണക്കിന് പരുന്തുകളും കാക്കകളും പറന്നെത്തുകയായി. താൻ കയ്യിൽ കരുതിയ ഭക്ഷണം അവയ്ക്ക് നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരു വിസിൽ മുഴക്കുന്നു. അതോടെ അസീസ് ബായിയുടെ നിർദ്ദേശം തിരിച്ചറിഞ്ഞ് അവ പറന്നകലുകയാണ്. എല്ലാ ജീവജാലങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും അതിനാൽ തന്നെ അവയ്ക്ക് ഭക്ഷണം നൽകേണ്ടത് തന്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന അസീസ് എന്ന വലിയ മനുഷ്യൻ മറുനാടനോട് സംസാരിക്കും. ഞാൻ ചെറുപ്പം മുതലേ സ്വരമായിട്ട് എടുക്കുന്ന കുറെ ജീവികളൊക്കെ ആയിട്ട് ഇവരുടെ ഇടവയ്ക്കുന്ന ആളാണ് ഞാൻ ഇത് മാത്രല്ല, ഒരുപാട് നാട്ടുകാർ പരിസരമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. കോഴിക്കോട് ബീച്ചെന്നും ഇന്നലെ തുടങ്ങുന്നതല്ല. ഈ വെള്ളൊരു പള്ളിയുണ്ട്, ഒരു തൊഴിൽ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഈ ബീച്ചിൽ വെച്ചിട്ടാണ് ഞാൻ 15 വയസ്സിൽ ഫോട്ടോ എടുത്തിട്ടൊക്കെ മനോരമയിൽ വന്നത്. ഇന്നേ ആൾക്കാരിലേക്ക് നിന്നത് ഈ കോഴിക്കോട് സിറ്റിയിൽ നിന്നല്ലാതെ നിങ്ങൾ ഏത് സൈറ്റിൽ എന്നെ വിളിച്ചോ ഈറ്റാളെ ഞാൻ വിളിച്ചു വരുന്നു. അതെങ്ങനെയാണ്? അത് ചെറുപ്പം മുതലുള്ള സീത ദൈവം എന്തോ ഒരു വരം തന്നിട്ട് അതാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അസീസ്ക്ക് വിളിക്കുമ്പോഴേക്ക് അവറ്റകൾ വരുന്നുണ്ട്, പരുന്തുകളും കാക്കകളും നായ്ക്കളൊക്കെ വരുന്നുണ്ട്. വിളിച്ച് മീൻസ് രണ്ടാമതൊരു വിസിൽ വിളിക്കുമ്പോൾ അവ പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് അല്ലേ? അപ്പൊ അത് അതിനെന്നറിയ ഓരോരോ ഞമ്മക്ക് വിശപ്പ് അറിയുന്നു. എനിക്ക് വിശപ്പിന്റെ വില അറിയുള്ളൂ. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഓരോരോ പാട്ട് പോകും. അത് നിങ്ങൾ മുന്നിൽ ഇനി എന്ത് കൊണ്ടു കൊടുത്താലും ഒരു പുലി വേട്ടൊക്കെ അടിയാൽ അതിന്റെ വിശപ്പ് അടിഞ്ഞാൽ ഒരു മനുഷ്യനെ അതിന്റെ ഇടയിൽ കൂടെ പോവാണെങ്കിൽ അത് വേട്ടാടാൻ നിൽക്കൂല. ചെയ്യോ? അതാണ് യഥാർത്ഥ സത്യഭൂമിയിൽ. ഇന്ന് പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കുക. ഞാൻ ഉള്ളൊരു വാക്ക് പറയാം, എന്താ ഇനിയുള്ള കാലം മനുഷ്യനക്ക് റോട്ടും കൂടി ഇറങ്ങാൻ പറ്റാത്ത ചൂടുകളാണ് വരാൻ പോണത്. അങ്ങനത്തെ വരണുള്ള വരാൻ പോണത്. പ്രകൃതിയെ എല്ലാവരും സ്നേഹിക്കുക. കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞിട്ട് വൃക്ഷങ്ങളെ പല സ്ഥലത്തും പിടിപ്പിക്കാൻ പറയാ. അല്ലാതെ ഇനി മനുഷ്യനക്ക് റോട്ടും കൂടി ഇറങ്ങിയിട്ട് മരയ്ക്ക് നടക്കാൻ കഴിയില്ല. മനുഷ്യൻ ഇനി കൊഴിഞ്ഞു വീഴാനുള്ള കാലഘട്ടത്തിലേക്കാണ് നീങ്ങണത്. അപ്പോൾ കുട്ടികൾ നല്ല ക്ലാസ് എടുത്തു കൊടുക്കുക, എല്ലാ വൃക്ഷങ്ങളും ഇതൊക്കെ നല്ലോണം പിടിപ്പിക്കുക. പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കുക. പ്രകൃതിനെ വേദനിപ്പിക്കുമ്പോഴാണ് പ്രകൃതി നമ്മളെ ഇതായിക്കണത്. പ്രകൃതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഇന്ന് നമ്മള് താമസിക്കുന്നിടത്ത് ജനങ്ങൾ ഈ മൃഗങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് പോയിട്ട് കൊട്ടാരം പോലുള്ള ബിൽഡിങ്ങും ഇതൊക്കെ കെട്ടിയിട്ടാണ് ഈ ന്യൂനമർദ്ദനം ഇതൊക്കെ ഉണ്ടാവുന്നത്. താങ്ങാൻ കഴിയില്ല. ഭൂമിയുടെ വേരുകളാണ് നശിപ്പിക്കുന്നത്. ഭൂമിക്ക് മരത്തിന് അങ്ങനത്തെ ഒരു കഴിവ് ദൈവം കൊടുത്തിക്കണേ. ആ മരം നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുമ്പോഴൊക്കെ എല്ലാവരും സാധാരണക്കാരനിലൊക്കെ പെട്ടുപോണത് അങ്ങനെയാണ്. ഇത് വേരുകളെ തടിയാൻ വേരുകളെ തടിയും മണ്ണിനെ തടിച്ചു നിർത്തും. ഇന്ന് മണ്ണിനെ തടിച്ചു നിർത്താനുള്ള സാധനങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കണേ. അതാണ് പ്രകൃതി നമ്മളെ ശോഭിച്ചും കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളാണ് അസീസ്ക പറയുന്നത്. ഇത് ജീവിതത്തില് ഇത്രയും കാലത്ത് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുത്ത ഒരു അറിവ് തന്നെയായിരിക്കും. എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാൻ അറിയുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഇപ്പം ദിവസം എത്ര നേരം ഇവിടെ രാവിലെ വന്നാൽ തൊട്ട കട നിങ്ങൾക്ക് കാണാം. ഞാൻ അവിടുന്ന് വന്നിട്ട് കാക്കക്ക് മാത്രം ഭക്ഷണം കൊടുത്തിട്ട് എന്റെ തൊഴിൽ ഞാൻ പോകുന്നു. എന്താ ജോലി? എന്താണ്? ഓരോ വീട്ടുകളിൽ പോയിട്ട് പല ആക്രി കച്ചവടം വയ വേസ്റ്റുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുട്ടികളെ പരിപാലിച്ചു പോകും. അപ്പം രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, പിന്നെ ടീം രാവിലെ വൈകുന്നേരം വന്നാൽ 5 മണിക്ക് കാക്ക മാത്രമേ ഉണ്ടാവില്ല. വേറെ ജീവജന്തുക്കളൊന്നും ഉണ്ടാവില്ല. ദിവസം 3 നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട്? ഇതൊക്കെ ചെറുപ്പം മുതലുള്ള ശീലമാണ്, പറയാൻ പറ്റും. ഒരു 10-30 വർഷത്തിന് മുകളിലായിട്ട് 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് കാലം ഇതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാനുണ്ടാവും. അതിന്റെ എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ബീച്ചിൽ മരണം വരെ ഇറ്റേക്ക്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നന്മ പറ്റാത്ത ആളുകളുടെ കഥയും ഇടയ്ക്ക് പരിചയപ്പെടുന്നത് നല്ലതാണ്.
കോഴിക്കോട് നിന്നും മിഹേൽ കക്കാടത്ത, മറുനാടൻ മലയാളം.